നമസ്തേ, എല്ലാവർക്കും സുഖമല്ലേ? ആദ്യം തന്നെ പറയാട്ടോ, ഇത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചാണകമൊക്കെ മെഴുകി കേട്ടോ മുറ്റത്ത്. അതിനുശേഷം പിന്നെ ഞാൻ എന്താണെന്നറിയോ, കോലം വരയ്ക്കും. കോലമൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉരുളിക്കകത്ത് വെള്ളം നിറച്ചിട്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കും കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് മിക്കവാറും തലയിൽ വെക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. ഏതായാലും അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് എഴുതി. അങ്ങനെ ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള ചപ്പാത്തിയൊക്കെ ഡോവൊക്കെ കുഴച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കിഴങ്ങൊക്കെ പുഴുങ്ങി എന്തായാലും ആലു പൊറോട്ട ഉണ്ടാക്കി. അതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് തൈരും അച്ചാറും സ്ലൈസ്ഡ് ഓണിയൻ ആൻഡ് ഗ്രീൻ ചില്ലീസ് മതി കേട്ടോ. എനിവേ, എനിക്ക് അതിട്ട് പുറത്ത് പോകാനുണ്ടായിരുന്നേ. പുറത്ത് പോയപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോവാം കേട്ടോ. എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ബുക്ക് സ്റ്റാളാണ്. ആ ബുക്ക് സ്റ്റാൾ എന്നല്ല, അതൊരു മാളാണ് കേട്ടോ. അവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 2-3 പുസ്തകങ്ങൾ വാങ്ങിച്ചു. ഇപ്പോൾ ഒരു പുസ്തകമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അത് പറഞ്ഞപ്പോഴാണ് അവിടെ ആണെങ്കിൽ കുറേ വെറൈറ്റി സൺഗ്ലാസസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു സൺഗ്ലാസും ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു. ഞാൻ രാവിലെ തന്നെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ചമ്മന്തിപ്പൊടിയും നമ്മുടെ ബ്രിഞ്ചാളില്ലേ, വഴുതനയും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒരു ചമ്മന്തി, പിന്നെ ഉള്ളത് നാരങ്ങ അച്ചാർ, പിന്നെ അവിയൽ. ഈ ചമ്മന്തിപ്പൊടിയും നാരങ്ങ അച്ചാറും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാട്ടോ. അങ്ങനെ പിന്നെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിപ്പും ഉണ്ടായിരുന്നു, നെയ്യും ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം പൊള്ളിക്കാൻ മറന്നുപോയി. ഏതായാലും തൈരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു ഊണ്. പിന്നെ വൈകിട്ടായപ്പോൾ ചായയും ഉണ്ണിയപ്പവും ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഉണ്ണിയപ്പമായിരുന്നു. ഏതായാലും പിന്നെ ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തി റോൾസ് ഉണ്ടാക്കിയാലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി, കുറച്ച് സാലഡ് ഉണ്ടാക്കി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഫില്ലിങ്സ് അല്ലേ, ചപ്പാത്തിയുടെ മുകളിൽ നമ്മുടെ കെച്ചപ്പൊക്കെ ഇട്ടിട്ട്. ഞാൻ രാവിലെ ആലു പൊറാത്ത അല്ലായിരുന്നു, അത് കുറച്ച് ചപ്പാത്തി ഞാൻ ഇതങ്ങ് ചുട്ട് മാറ്റി വെച്ചിരുന്നു രാത്രിത്തേക്ക് ചപ്പാത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സാലഡൊക്കെ വെച്ചു, നമ്മുടെ തക്കാളി, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നമ്മുടെ സോസൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ പുറത്ത് പോയപ്പോൾ മാങ്ങ വാങ്ങിച്ചു. അങ്ങനെ മാങ്ങയുണ്ട്. ഇത് ഗ്രീക്ക് യോഗട്ടാണ് കുറച്ച്, പിന്നെ കുറച്ച് മുളകും, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഏതായാലും ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ. ഇനിയുള്ള വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ.